ഇതിൽ ഇന്നത്തെ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഒന്ന് LDF UDF എന്നുള്ള ഇവർക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഹിന്ദുവിനെ മൈൻഡ് ചെയ്യാതെ ഒരു ഗവൺമെൻറ് ഇനി കേരളത്തിൽ വരില്ല. ഇത് പിണറായി വെറുതെ പറയുന്നതല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണമാണ് വരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ജമാഅത്ത് ഇസ്ലാമി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഞാൻ ഉൾപ്പെടെ സുന്നി വിഭാഗമാണ്. ഈ സുന്നി വിഭാഗത്തിന് ഒരു ബ്രെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. വെള്ളിയാഴ്ചയുള്ള ഗെറ്റ് ടുഗെതറുകൾ, ഞായറാഴ്ചയുള്ള ഗെറ്റ് ടുഗെതറുകൾ, കുടുംബ സംഗമങ്ങൾ, അങ്ങനെ പലതുണ്ട്. ഇതൊന്നും ഹിന്ദുവിനില്ല. ഹിന്ദു പോറസാണ്, മറ്റേ സ്ട്രോങ് ആണ്. ഈ പോറസായ ഹിന്ദുവിന് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാനും മാറ്റാനും പറ്റും. ഞങ്ങൾക്ക് ഇത്തിരി മന്ത്രി വേണം, അല്ല താക്കോൽസ്ഥാനം വേണം എന്നൊക്കെ ന്യായമായ കാര്യങ്ങൾ അവർ പറഞ്ഞത്. താക്കോൽസ്ഥാനം വേണം ന്യായമായി പറയാൻ കാരണം രമേശ് ചെന്നിത്തല അന്ന് ഒഴിവാക്കാൻ കാരണം അത് SNDP NSS ബന്ധമുള്ള ആളായതുകൊണ്ടാണ്. അത് അയോഗ്യതയായി മാറി. അതപ്പോൾ ഇടപെടണമല്ലോ. വെള്ളാപ്പള്ളിനെ വെറുക്കപ്പെടേണ്ട ആളാണ് നിങ്ങളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഒരു നായരെ കൊണ്ട് എന്ത് ചെയ്യും? സുകുമാർ നായർ സാധനം അടുക്കാനേ പാടില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവർ അടുക്കുന്നത് ആരുമായിട്ട് അടുക്കുന്നത്? ഇഫ്താർ സംഗമങ്ങളിൽ ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ആയിട്ട് ബന്ധമുള്ള സംഘടനകളുണ്ട് കേരളത്തിൽ, ജമാഅത്ത് ഇസ്ലാമി പോലെ. അവരെ പരിപാടിക്കൊക്കെ പോയി അവരെ നേതാക്കന്മാരെ ഭയങ്കര സംഭവമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമാണ്. NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും. നായർ ഈഴവ ഐക്യത്തെക്കുറിച്ച് ഇരു നേതാക്കളും പറഞ്ഞിരിക്കുകയാണ്. രണ്ട് പ്രബല സമുദായങ്ങൾ എന്തുകൊണ്ട് ഒന്നിച്ചുകൂടാ എന്ന് സുകുമാരൻ നായർ ചോദിക്കുകയാണ്. നായർ ഈഴവ ഐക്യം അനിവാര്യമാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇരു നേതാക്കളും അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ശക്തമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത ഭാഷയിൽ പല നേതാക്കൾക്കും വിമർശനമുണ്ട്. ശരിയായ സൂചനയും അവർ നൽകിയിരിക്കുകയാണ്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിലായിരിക്കും തങ്ങൾ ഇടപെടുക എന്ന് പരിശോധിക്കാം. നമുക്ക് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം ഇരുവരും ചേർന്ന് നടത്തിയത്? എന്തൊക്കെയായിരിക്കാം ഇരുവരുടെയും ലക്ഷ്യം? ഈ വിഷയം സംസാരിക്കുവാൻ നമ്മോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി. ഇതേ വിഷയം നമ്മുടെ ടോക്കിംഗ് പോയിന്റിൻ്റെ വേദിയിലും മറ്റുമൊക്കെ നിരവധി തവണ പറഞ്ഞ വ്യക്തി കൂടിയാണ് ഫക്രുദ്ദീൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അവസാനം പറഞ്ഞുകൊണ്ട് എത്തിച്ചല്ലേ? ഇങ്ങനെ നമ്മൾ പലതും പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നില്ല. നമുക്കത് തോന്നും ഈ കാലഘട്ടത്തിൽ ഇതാണ് ശരി, അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട്. അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു പക്ഷേ റീസെൻ്റ്ലി രണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷനും ലോക്സഭ ഇലക്ഷനും അത് ചെറുതായിട്ട് പാടിയിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ കാര്യമായിട്ട് പാടി അല്ല ആദ്യം. പക്ഷേ അതർവൈസ് ഏതാണ്ട് അത് ശരിയായി വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് ജനീന് താല്പര്യമുള്ള വിഷയമാണ്. കുട്ടിക്കാലത്തെ കണ്ടും കേട്ടും വളർന്ന് പിന്നെ എല്ലാ സാമുദായിക സംഘടനകളുടെയും ആരെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടിക്കാലം തൊട്ടേ ഇടപഴകി പോരുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണത്. പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. അല്ല, ഇരുവരും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു സൂചന നമുക്ക് കിട്ടിയിരുന്നു അല്ലേ? എന്തായിരിക്കാം ഇരുവരും ഉദ്ദേശിക്കുന്നത്? നായർ ഈഴവ ഐക്യം എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി ഒന്ന് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു, ഭൂരിപക്ഷ സമുദായങ്ങളെ അവഗണിക്കുന്നു, വലിയ രീതിയിൽ സൈഡ് ലൈൻ ചെയ്യുന്നു, ഒരുമിക്കേണ്ടത് അനിവാര്യമാണ്, ആര് എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത്, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൂചന അവരുടെ സൈഡിൽ നിന്ന് ഒരു വെടിനിർത്തൽ പോലെയെങ്കിലും പരസ്പരം നമുക്ക് തോന്നിയിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ. അതെ, ഇപ്പോൾ അയ്യപ്പ സംഗമം അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. കാരണം വെള്ളാപ്പള്ളി സാറിൻ്റെ കാര്യം വെച്ചാൽ മൂപ്പര് ഇമ്പൾസീവാണ്, ട്രംപിനെ പോലെയാണ്. ഓരോ സമയത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾ ബൈക്കും കൊണ്ട് അങ്ങോട്ട് എന്നാലും ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ ജേർണലിസ്റ്റുകളോട്. അവിടെ എന്ന് കഴിഞ്ഞാൽ മൂപ്പര് എന്തെങ്കിലും പറയും. പിന്നെ സഹി കെട്ടാലാണ് പിന്നെ ദൈവവാദി എന്നൊക്കെ വിളിക്കുകയുള്ളൂ. അത് എൻ്റർടൈൻ ചെയ്യും. മൂപ്പർക്ക് അറിയാം, മൂപ്പർക്ക് എൻ്റർടൈനിങ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അത് ചെയ്യും അദ്ദേഹം. NSS അങ്ങനെയല്ല. NSS വളരെ അപൂർവമായിട്ട് 10 സമയം വിളിക്കുള്ളൂ. അതിപ്പോൾ ജനറൽ ബോഡി നടക്കുന്ന സമയത്താണെങ്കിൽ പോലും അതൊരു കമ്മ്യൂണിക്ക് കൊടുക്കുകയുള്ളൂ, എഴുതി കൊടുക്കുകയുള്ളൂ എന്ന കാര്യങ്ങൾ. പിന്നെ വളരെ റയറായിട്ട് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുകയുള്ളൂ. അദ്ദേഹം മൈക്കും കൊണ്ട് പോയി അദ്ദേഹം സമ്മതിക്കില്ല, മൈൻഡ് ചെയ്യില്ല, ചൂടാവുന്നില്ല, കൊണ്ട് വാങ്ങിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നും മിണ്ടില്ല അങ്ങ് പോവുകയുള്ളൂ. അപ്പം പൊതുവെ അങ്ങനെ മീഡിയന്ന് ഇവർക്ക് ഞാൻ നോക്കിയിട്ടുള്ള ഈ മീഡിയന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് NSS, 2 ട്രാവൻകൂർ റോയൽ ഫാമിലി. എന്തൊക്കെ വിവാദം ഉണ്ടെങ്കിലും തമ്പുരാനെ തമ്പുരാട്ടി ഒന്നും ഒരു അക്ഷരം മുട്ടിയില്ല. അതുപോലെ ബക്കിംഗ്ഹാം പാലസ് അക്ഷരം മുട്ടില്ല. നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ അവർക്കറിയാം ഇവരെ കയ്യിലാണ് സാധനം കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ.
എന്ന് അങ്ങ് പിന്നെ വിചാരിക്കും അവർ. അപ്പം NSS ഇപ്പം ജോയിൻ ആ ഒരു ഇദ്ദേഹം പലതും അങ്ങോട്ട് മാറി പോയല്ലോ. അപ്പോൾ ഉദാഹരണമായിട്ട് 2019 ഇലക്ഷനിൽ പിന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് പിന്നെ അങ്ങനെ പറയുന്നറിയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാനെന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ അന്നപ്പോൾ അവിടുന്ന് ഒന്നും പറയാറില്ല, തിരിച്ച് ഒന്നും പറയാറില്ല. അവിടെ പലരും ഏഷണി കൂട്ടും, പക്ഷേ കേൾക്കുകയല്ല. ഇവിടെ പക്ഷേ ചെറുതായി ഏഷണി കേൾക്കും, അതൊന്ന് മീഡിയന്ന് പറയുകയും ചെയ്യും. ഇന്ന് നമ്മൾ കണ്ടത് അങ്ങനെ ആണെങ്കിൽ പോലും ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു അനിവാര്യത ഉണ്ട് എന്നൊരു ഫീൽ പൊതുവെ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷേ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ രണ്ടുപേരും സാധ്യതകൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ഒരു ഹൈന്ദവ സമുദായം ഒരു രണ്ടാം നിരക്കാരായി മാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടുണ്ട്. ഓക്കെ, അത് പരമാവധി അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള പലരും സെക്യുലറാണ്, മീഡിയ ആണ്, സ്വതന്ത്രനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സ്റ്റാറ്റിൻ്റെ കണക്കുകൾ, സ്റ്റാറ്റി പറഞ്ഞാൽ എന്തും പറയാം, മറ്റൊന്നും ആരെയും തല്ലു കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ കളറിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടാണ് സ്റ്റാറ്റി വന്ന് തല്ലു കുടിക്കാൻ പറ്റും, മുടീൻ്റെ എണ്ണം വന്ന് തല്ലു കുടിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സമുദായങ്ങളെ പരസ്പരം ഹൈന്ദവ മതത്തിലെ വിവിധ സമുദായങ്ങളെ പരസ്പരം അകറ്റുന്ന തന്ത്രപരമായ നീക്കവും ഇങ്ങനെയെല്ലാം നടത്തിയിട്ട് ഇവരെ കോർണർ ചെയ്യാനുള്ള നീക്കവും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദുക്കൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചറിയുന്നില്ല പ്രശ്നം, നമ്മൾ ഭൂരിപക്ഷമാണല്ലോ, നമ്മൾ ഒരുമിച്ചെത്തുന്നല്ലോ, പക്ഷേ നിങ്ങൾ ഒരുമിക്കില്ലല്ലോ, നിങ്ങൾ ഒരിക്കലും ഒരുമിക്കില്ലെന്നാണല്ലോ ഇവർ ആഗ്രഹിക്കുന്നത്. അതിവിടെ കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് അടുത്തിടെ ഒരു 2 മാധ്യമ വിശാരദയിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്, കേരളത്തിൽ ഈഴവർ ഇത്ര ശതമാനം, ഈഴവരിൽ ഇത്ര ശതമാനം മിനിസ്റ്റർ MLA-മാരൊക്കെ, ഈഴവരുടെ സ്ഥിതി മെച്ചപ്പെട്ടിരുന്നു. നായന്മാർ മുമ്പ് 18% പക്ഷേ 40%, ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട്, ഭയങ്കര സന്തോഷം. ക്രിസ്ത്യാനികൾ പണ്ട് ഒരു 20% ഉണ്ടായിരുന്നു, ഇന്ന് 18%, ഏതാണ്ട് 20% മന്ത്രിമാരും MLA-മാരും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ പിന്നിലായിരുന്നു, ഇപ്പം കൂടി വന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ ഈഴവനും മുസ്ലിമും ചേർന്ന് ഈഴവ മുസ്ലിം അംഗസംഖ്യ കൂടുതലാണ്, എന്നാൽ രാഷ്ട്രീയ മേധാവിത്വം ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയണം കേട്ടോ. അത് ഉള്ളിലൊരു പറഞ്ഞ ഉദ്ദേശം സിറിയൻ ക്രിസ്ത്യൻ നായർ ബെൽറ്റിനാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭൂരിപക്ഷ സമുദായത്തെ രണ്ടായി പകുക്കുക, ഈഴവരെ പിടിച്ച് മുസ്ലിംസിൻ്റെ കൂടെ കൂട്ടുക, നായരെ പിടിച്ച് ക്രിസ്ത്യാനിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ ഇത് രണ്ടിലും മൊത്തം അപ്പം നിങ്ങൾ അംഗബലം എടുത്ത് നോക്കിക്കുക, ഈ ഹിന്ദു രണ്ടാമതായിട്ടേ വരുള്ളൂ, ഏതാണ്ട് ഈ 2 ഗ്രൂപ്പിൽ ഏതാണ്ട് രണ്ടാമത് തുല്യരായിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ അംഗബലം കൊണ്ടുള്ള ഗുണം ആർക്ക് കിട്ടാതെ പോകും? ഹിന്ദുവിന് കിട്ടാതെ പോകും. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു കൂട്ടർ വെള്ളാപ്പള്ളിനോട് പറയും, ഈ സംഭരണമൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ, അക്കാര്യം നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ആഫ്റ്റർ ഓൾ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്ക് കാരണമായിട്ട് ജോലികളൊക്കെ ആണല്ലോ പ്രധാനം. അപ്പം പിന്നെ ഈ SNDP എന്ന് വെച്ചാൽ ബേസിക്കലി അല്ല ഒരു വിഭാഗം എന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ കമ്മ്യൂണിറ്റിയാണ്, ഇൻറ്റേർണൽ ട്രേഡേഴ്സിൻ്റെ വൈശ്യത്തീയന്മാർ എന്നൊക്കെ പറയുന്നത് കച്ചവടക്കാരുടെ. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പുറത്ത് ഈ ക്രിസ്ത്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നായന്മാരോട് പറയും, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മളെ കാര്യം നടക്കും കേട്ടോ, സംഭരണം ശരിയാവില്ല. ഇതായിരുന്നു പരിപാടി. അപ്പോൾ ഇവരെ കയ്യിലൊക്കെ പൈസയുണ്ട്, അധികാരമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഹിന്ദുക്കൾ പൊതുവേ ഈ 2 സമുദായക്കാരെയും വളരെ കൂളായിട്ട് പണ്ടേ 2 കൂട്ടരും വെൽക്കം ചെയ്യുകയും കൂടെ ഇരുത്തുകയും, ഹിന്ദുക്കൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ രാജഭരണമുള്ള സമയത്ത് ഇവർക്കൊക്കെ ഏറ്റവും പ്രമുഖമായ 2ാം സ്ഥാനക്കാർ എന്നാൽ നായർക്ക് തുല്യമായ പദവി കൊടുക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ആലസ്യം ഹിന്ദുവിനുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളൂ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ പുതിയ ടെക്നോളജിയുടെയും പുതിയ കാലഘട്ടത്തിൻ്റെയും വരവോട് കൂടിയിട്ട് ഹിന്ദുവിൻ്റെ വീടുകളും ഈ TV ഫോണൊക്കെ വളരെ ഓപ്പണാണ്. ഓക്കെ, ഓപ്പണായ പ്രശ്നമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വീടുകളൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ മുസ്ലിംസും ക്രിസ്ത്യൻസിനും ഒരു അരിപ്പയുണ്ട്, മതത്തിൻ്റെ കൃത്യമായ അരിപ്പയുണ്ട്. മദ്രസുകൾ, വേദപഠന ക്ലാസ്സുകൾ, വെള്ളിയാഴ്ചയുള്ള ഗെറ്റ് ടുഗെദറുകൾ, ഞായറാഴ്ചയുള്ള ഗെറ്റ് ടുഗെദറുകൾ, കുടുംബ സംഗമങ്ങൾ, അങ്ങനെ പലതുണ്ട്. ഇതൊന്നും ഹിന്ദുവിനില്ല. ഹിന്ദു പോറസാണ്, മറ്റേ സ്ട്രോങ് ആണ്. ഈ പോറസായ ഹിന്ദുവിന് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാനും മാറ്റാനും പറ്റും. അപ്പോൾ ആ പാടെ ഹിന്ദുവിൻ്റെ കയ്യിലുള്ള സാധനം കേരളത്തിൽ ഈ സാമുദായിക സംഘടനകളാണ്. അവരെ നിങ്ങളെ കൊണ്ട് വെറുപ്പിക്കുകയും ചെയ്യും. അവരുടെ പിന്നെ ന്യായമായ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി മന്ത്രി വേണം, അല്ല താക്കോൽ സ്ഥാനം വേണം എന്നൊക്കെ ന്യായമായ കാര്യങ്ങൾ അവർ പറഞ്ഞു. താക്കോൽ സ്ഥാനം വേണം ന്യായമായി പറയാൻ കാരണം രമേശ് ചെന്നിത്തല അന്ന് ഒഴിവാക്കാൻ കാരണം അത് SNDP NSS ബന്ധമുള്ള ആളായതുകൊണ്ടാണ്. അത് അയോഗ്യതയായി മാറി. അതപ്പോൾ ഇടപെടണമല്ലോ. അതിന് അങ്ങനെയുള്ള സ്നേഹം കൊണ്ടല്ല, NSS ബന്ധമുള്ള നായർ MLA ആയതുകൊണ്ടാണ്. അപ്പം പിന്നെ ഇടപെട്ടല്ലേ പറ്റുള്ളൂ.
നിങ്ങൾ കാരണം ഞാൻ അയോഗ്യനാണ്, നിങ്ങൾക്ക് എന്നോട് ചെയ്യേണ്ടത് നിങ്ങൾ ഇടപെടും, അല്ല നിങ്ങൾ കാരണമാണെങ്കിൽ. അതാണ് സംഭവം. അപ്പം അങ്ങനെ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഇവരെ വർഗീയവാദികൾ, മതഭ്രാന്തന്മാർ എന്ന രീതിയിലൊക്കെ ആരാണ് ഏറ്റവും വലിയ മതഭ്രാന്തന്മാർ? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നവൻ, ഇവിടെ നിന്ന് പിന്നെ ഹിന്ദുക്കളെ മതമാറ്റം നടത്തുന്നവൻ, എന്നൊക്കെ ഇവരെ പിടിച്ച് ഇവരെ ഒരു അറക്കുന്ന ജീവിയായിട്ട് ഇപ്പം വെള്ളാപ്പള്ളിനെ വെറുക്കപ്പെടേണ്ട ആളാണ് നിങ്ങളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഒരു നായരെ കൊണ്ട് എന്ത് ചെയ്യും? സുകുമാർ നായർ സാധനം അടുക്കാനേ പാടില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവരടുക്കുന്നത് ആരുമായിട്ട് അടുക്കുന്നത്? ഇഫ്താർ സംഗമങ്ങളിൽ ഇസ്ലാമിക് ബ്രദർഹുഡൊക്കെ ആയിട്ട് ബന്ധമുള്ള സംഘടനകളിൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി പോലെ അവരെ പരിപാടിക്കൊക്കെ അവരെ നേതാക്കം വരെ ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മതപരിവർത്തനം നടത്തുന്ന അമേരിക്കൻ ഫണ്ടുണ്ട് ടീംസ് ഉണ്ട്, അവർ ഭയങ്കര സംഭവം. അവർ വലിയ ബിസിനസ്സുകാർ, ഭയങ്കര ഫിലാന്ത്രോപ്പിസ്റ്റുകൾ. ഇതിലും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ് NSS SNDP ഒക്കെ ചെയ്യുന്നുണ്ട്. ആരും അവർ പറഞ്ഞിട്ട് നടക്കാറില്ല. NSS ഒന്നും ഒരു കാര്യം പറഞ്ഞിട്ട് നടക്കാറില്ല. മനസ്സിലായില്ലേ? ഇതൊന്നുമില്ല. അത് നിങ്ങളുള്ളിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്നവരെ നിങ്ങളെ ശത്രുക്കളായി കാണിക്കുക, നിങ്ങളെ ഹൈജാക്ക് ചെയ്യുക. അടുത്ത ടാർഗറ്റ് ഇത് കണ്ട് വളർന്ന് നിങ്ങളുടെ മക്കൾക്ക് ഇവരോടൊക്കെ വിരോധമായിരിക്കും, ഇവരെ സഞ്ചിയിലാക്കാനും പറ്റും. പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല മതപരിവർത്തനം. ഇപ്പം ബുദ്ധിമുട്ടാണ്. പട്ടിണി ദാരിദ്ര്യമൊന്നും ഇല്ലാത്തത്. അതിന് ഇങ്ങനെയുള്ള വഴികളാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇത് പക്ഷേ ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് മനസ്സിലായ ആളുകളാണ് SNDP NSS. അതുകൊണ്ടാണ് മന്നത്ത് അപ്പൂപ്പൻ്റെയും ശങ്കർജിയുടെ ഒക്കെ സമയത്ത് നമ്മുടെ ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയത്. അന്നപ്പോൾ എന്ത് ചെയ്തു? അത് ഉള്ളിൽ കയറി പൊളിച്ചു. അത് ഉള്ളിൽ കയറി പൊളിച്ചത് ലീഗുകാരല്ല കേട്ടോ. അങ്ങനെ ലീഗ് അന്ന് ഈ വിഭജനത്തിനൊക്കെ അനുകൂലമായിട്ടൊന്ന് ആരും തൊടാൻ കൂടും മടിക്കുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ അവർക്ക് അന്ന് അതിനും സമയം ഉണ്ടായിരുന്നു. അത് ഈ കേരള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അത് തകർത്തത്. അത് തകർത്തതെന്ന് വെച്ചാൽ ഈ സ്കൂളുകൾ കൂടുതൽ ഈ രണ്ട് നായർ കമ്മ്യൂണിറ്റി, എന്തുകൊണ്ട് നായർ കമ്മ്യൂണിറ്റി വലിയ മേധാവിത്വമുള്ള നിങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ NSS ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ, NSS ഉണ്ടാക്കിയ നായരുടെ ബുദ്ധിമുട്ടുകളെന്നാണ്. മനസ്സിലായില്ലേ? അന്ന് ക്ഷത്രിയനും ബ്രാഹ്മണനായ സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായത്. നായർ ഇഴവനും ഒരേപോലെ പിടിപ്പിക്കപ്പെട്ടു. പക്ഷേ നായർ കുറച്ചും കൂടി ഇവരുടെ സബ്ലീസിന് ലാൻഡ് കിട്ടിയിരുന്നു ബ്രാഹ്മണസിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി. അത് നായർ താഴോട്ട് കൊടുത്തിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സവാരി അപ്പുറത്ത് നിന്ന് പ്രഷർ വരുന്ന സമയത്ത് നായരാണ് ഈ ഭൂമി ഈ നികുതി പിരിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈഴവനും താഴെയുള്ളവനും നോക്കുമ്പോൾ പെട്ടെന്നുള്ള ശത്രു ആരാണ്? നായരാണ്. ഈ പേഴ്സ്പെക്റ്റീവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണടച്ചിട്ട് നായരെ ശത്രുവാക്കുന്ന സംഭവമാണ് നമ്മളെ ചുറ്റുമുള്ളത്. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ വന്ന സമയത്ത് നായന്മാർക്കെതിരെ മലബാറിൽ കലാപം ഉണ്ടായത്? നായരും മാപ്പിളാരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു സാമൂഹിക അണ്ടറിലൊക്കെ. ബ്രിട്ടീഷുകാരൻ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ നികുതി 4-5 ഇരട്ടിയാക്കി. അപ്പോൾ ഈ നികുതി പിരിച്ചു കൊടുക്കേണ്ടത് നായർ ജന്മിമാരാണ്. മനസ്സിലായോ? ഇത് പിരിച്ചു കൊടുത്തില്ലേ ഇവരവിടുന്ന് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. പണ്ട് രാജാവ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കാലാവസ്ഥ മാറ്റം വന്ന് ഒരു വെള്ളപ്പൊക്കം വന്ന് പിന്നെ നികുതി കൊടുക്കാൻ പറ്റിയത് രാജാവ് ആ വർഷം നികുതി ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു. സാമൂതിരി ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഒക്കെ. ബ്രിട്ടീഷുകാർ അതല്ല, നിങ്ങൾ നികുതി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ പാവങ്ങളെ കുത്തിന് പിടിച്ച് ഈ ഹിന്ദു ജന്മി ബേസിക്കലി നായരാണ്, അയാളത് മേടിച്ചിട്ടില്ല. എന്താണ്? അയാളെ ബ്രിട്ടീഷുകാർ ഓടിച്ചു വിടും, പെരുവഴി ആധാരമായി പോകും. ഓക്കെ, അപ്പോൾ ശത്രു ആരായി? നായരായി. മനസ്സിലായി? ഇങ്ങനെ മാപ്പിളയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ശത്രു നായരായി. ഇപ്പം അത് മാറി, എങ്കിലും ശത്രു നായരാണ്. താഴേക്കുള്ളവൻ, അതിൻ്റെ താഴോട്ടുള്ളവൻ ശത്രു ഈഴവനാണ്. ഈഴവൻ കച്ചവടക്കാരനാണ്. പിന്നെ ഈ മനുഷ്യന്മാർ കേരളത്തിൽ കള്ളില്ലാതെ ജീവിക്കാൻ പറ്റില്ല കുട്ടനാട്ടിലൊക്കെ. അപ്പോൾ ഈ ഷോപ്പുകൾ മിക്കവും നടത്തും അത്യാവശ്യം കാശുള്ള ഈഴവനായിരിക്കും. അപ്പോൾ അവൻ ശത്രുവാണ്. അവൻ തന്നെ SNDP നേതാവും. പിടികിട്ടിയോ? യെസ്. ഇങ്ങനെ ഒരു ബോധം. എന്നാൽ അപ്പുറത്ത് ചെയ്യുന്ന എന്താണ്? കാസർഗോഡൊക്കെ മൈസൂർ വിവാഹം പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് പെരുവഴി ആധാരമാക്കുകയാണ്. ഈ ഏക വിശ്വാസം മുസ്ലിം ക്രിസ്ത്യാനിക്കും. ഈ ദളിത് ക്രിസ്ത്യാനിക്ക് ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ ഏത് ഹിന്ദുവിന് ഏത് ക്ഷേത്രത്തിലും കയറാം. പക്ഷെ ദളിത് ക്രിസ്ത്യാനിക്ക് പ്രത്യേക പള്ളികളുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അപ്പം നിങ്ങളെ ബോധത്തിൽ ഇത് അപ്പുറത്ത് ഇത്രയും പ്രശ്നം നിൽക്കുമ്പോഴാണ് ശരിയാണ് ഭേദപ്പെട്ട രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ ചെറിയ കാര്യങ്ങളാണ്. പായസത്തിന് മധുരം കൂടിപ്പോയി, അച്ചാറിന് ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് അതൊരു വലിയ ഡിസ്കോഴ്സ് ആക്കി മാറ്റിയെടുക്കുക. ചില കണക്കുകൾ കൊണ്ടുവരിക. ഈഴവനും മുസ്ലിമും കൂടിയാൽ നമ്പർ 1 അവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ നായന്മാരുടെ കയ്യിലും ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് അധികാരം. അപ്പോൾ നിങ്ങൾ ശരിയാണല്ലോ, സയൻറ്റിഫിക് ആണല്ലോ, അയാൾ സെക്യുലർ ആയ ആളാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നായരും ഉണ്ടല്ലോ. അപ്പോൾ ഈ നാടകം കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പിണറായി വെറുതെ പറയുന്നതല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണമാണ് വരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ജമാഅത്ത് ഇസ്ലാമി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഞാനുൾപ്പെടെ സുന്നി വിഭാഗമാണ്. ഈ സുന്നി വിഭാഗത്തിന് ഒരു ബ്രെയിൻ
ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അതായത് ചെറിയ വിഭാഗമായ അവർ ഇൻ്റലക്ച്വലി സ്ട്രോങ് ആണ്, ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബ്രദർഹുഡായിട്ട് കണക്റ്റഡ് ആണ്. ലോകത്തുള്ള പല പ്രദേശങ്ങളിലുള്ള ഈ പറയുന്ന പല മൂവ്മെൻറ്റുകളായിട്ട് ഇവരൊക്കെ ലിങ്ക് ഈ പറയുന്ന ഇവിടെയുള്ള മുസ്ലിം ലീഗ്, സുന്നി മുസ്ലിം ലീഗ് തന്നെ AP ഉസ്താദാണെങ്കിലും ഇവരൊക്കെ തന്നെ ലോക്കലി മാത്രമേ കണക്റ്റഡ്, ഇൻ്റർനാഷണൽ അവർ കണക്ഷൻ ഇല്ല. പിന്നെയുള്ള കുറച്ച് സൂഫികളായിട്ടാണ്. AP ഉസ്താദിനൊക്കെ കണക്ഷൻ ഉള്ളത് സൂഫികളായിട്ടാണ്. പക്ഷേ സൂഫികളെ കണക്ഷൻ ആയിട്ട് കാര്യം നടക്കില്ല. കാര്യം നടക്കണേ വെം വിചാരിക്കണം. വെം വിചാരിച്ചാൽ ജയിലിലാക്കാൻ പറ്റും, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ AP ഉസ്താദിനൊക്കെ ജപിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സുന്നി മുസ്ലിംമാർ ചെയ്യും. എൻ്റെ കയ്യിലൊക്കെ കുട്ടിക്കാലം ജപിച്ച് എപ്പോഴും ഉണ്ട്, സ്റ്റാർട്ടുകൾ കാണാൻ പറ്റും. അപ്പം ഇത് സൗദിയിലൊക്കെ നിയമപ്രകാരം അല്ലെങ്കിൽ ഗൾഫിലെ പല നിയമപ്രകാരം അത് അനിസ്ലാമികമാണ്. ഇതൊക്കെ പറഞ്ഞ് ജയിലിടാൻ പറ്റും, ഇതൊക്കെ അവന്മാർ ജയിക്കാൻ പറ്റും. പിന്നെ അവന്മാർ ഒരു ആൻറ്റി ഹിന്ദു വിരുദ്ധ വികാരം ഉണ്ടാക്കി അത് സയൻറ്റിഫിക്കായിട്ട് അവതരിപ്പിച്ച്, ആൻറ്റി ക്രിസ്ത്യൻ വിരുദ്ധ വികാരം ഉണ്ടാക്കി അത് സയൻറ്റിഫിക്കായിട്ട് അവതരിപ്പിച്ച്, എന്നാൽ ഇവരൊക്കെ ഇഫ്താർ പാർട്ടിക്കും വിളിച്ചിട്ട് ഈ പറയുന്ന ഞങ്ങളങ്ങനെ നല്ല കാണിച്ചിട്ട് ഈ മുസ്ലിംസിൻ്റെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഒരു ലീഗാണ് ഇപ്പം കാണുന്ന ലീഗ്. അത്തരത്തിലൊരു ഹൈജാക്കിങ് നടന്നിട്ടുണ്ടെന്നാണല്ലോ മറ്റേ പിന്നെ ഹാഗിയ സോഫിയ പള്ളീനെ പറ്റിയിട്ട് തങ്ങൾ പണ്ട് പറഞ്ഞത്. അടുത്തിടെ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ സൗദി ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നാൽ ഞാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കും, നല്ലത്, അത് വേട്ടെ. പക്ഷെ അടുത്ത കാലത്ത് ലീഗിൻ്റെ കാര്യങ്ങൾ, ഷാജിയുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടെ സംശയാസ്പദമാണ്. അവിടെ അങ്ങനെ നിലപാടില്ലാത്ത ആൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ സെക്കുലർ ക്രെഡൻഷ്യൽ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ മൂപ്പർക്ക് പണ്ടത്തെ ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം. അല്ല, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ PM സലാമിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് KM ഷാജി എന്ന് പറയുന്നത് ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു നേതാവാണ് എന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. പിന്നെ എവിടുന്ന് ഈ സാധനം വന്നു, നമ്മൾ പിടിച്ച് മേടിക്കുമെന്ന്, അതാണ് ചോദ്യം. നിങ്ങൾ സെക്യുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വാക്കിന്ന് വന്നു? ഈ ഷാജി തന്നെ അത് പിന്നെ വിശദീകരിക്കട്ടെ, അത് എവിടുന്ന് വന്നു, അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കും, പിന്നെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന പെന്തക്കോസ്തുകാരനെ കാണാം, ശിവദാസൻ എന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രഞ്ജിത്ത് നായർ എന്ന് വന്ന് കമൻറ്റ് ചെയ്യുന്ന ശിവദാസനെ കാണാം. ഇത് ഒരു പെന്തക്കോസ്തു തന്നെ മിക്കവാറും ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കും. ഞാൻ അവർ ആ സാധനത്തിനാണല്ലോ ഏറ്റവും കൂടുതൽ കൺവേർഷൻ്റെ പേര്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ അവരുടെ കോളേജിലൊക്കെ പഠിച്ചത്, എനിക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ ഞാൻ കൺവേർഷൻ എതിരായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത്. അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കും, കോളേജിലൊക്കെ നല്ല സെക്കുലർ അന്തരീക്ഷമായിരുന്നു, നല്ല ടീച്ചേഴ്സായിരുന്നു, വളരെ ഫ്രണ്ട്ലി ടീച്ചർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഐ എം എഗെയിൻസ്റ്റ് കൺവേർഷൻ. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഇസ്ലാമാണെങ്കിലും. അത് ഹിന്ദുവിനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സർവ്വമതങ്ങളുടെ അമ്മയാണ് ഹിന്ദുയിസം എന്ന് വിചാരിച്ചിട്ട് എല്ലാ മതം ഇവിടുന്ന് ഉണ്ടായിരുന്നല്ലേ മതം. ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്ന ഹിന്ദുമതം പോലുള്ള മതങ്ങളാണ്. ആ മതങ്ങളെ നശിപ്പിച്ചിട്ടോ അതിൽ നിന്ന് രൂപാന്തരം ബാധിച്ചിട്ടാണ് ഇന്ന് കാണുന്ന മറ്റു മതങ്ങളുണ്ടായത്. അത് അങ്ങനെ തന്നെ നിന്ന് തോന്നുന്നു. ഒരു സ്ഥലം ഇന്ത്യ, ഒന്ന് ചൈനയും ഒന്ന് ജപ്പാനുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ ഹിന്ദുവിനെ നിങ്ങൾ എന്തിനാണ്, സമുദ്രത്തിന് എന്തിനാണ് നിങ്ങൾ ഒരു പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അല്ല, ഇതിപ്പോൾ ഈ ശ്രീ PM സലാമിനോട് സംസാരിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു ഐക്യം അനിവാര്യമാണെന്ന് പണ്ടേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, അദ്ദേഹത്തെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് എന്നെന്ന് വെച്ചാൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, അത് ഈ ഹിന്ദു ഐക്യത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നത് സമയം മുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് പന്നത്താചാര്യനും R ശങ്കറും ഹിന്ദു മഹാമണ്ഡലം അവിടെ നമ്മൾ പറഞ്ഞു, ഇവർ തെറ്റിച്ചു. സ്കൂളുകളുടെ കാര്യം പറഞ്ഞു, കൂടുതൽ ഈഴവർക്ക് സ്കൂളിൽ നിന്നിട്ട് അവിടെ പോകുന്നു, നായന്മാർ അതിന് വേണ്ടിയിട്ട് പാരവെക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ പോകുന്നു. ഇവർ രണ്ടുപേരും തെറ്റിച്ചു. ഇവർ രണ്ട് ഷിപ്പ് ഹോബികളായിരുന്നു ഞാൻ മനസ്സിലായി. കാരണം രണ്ടുപേരുടെ പ്രസംഗം ആകാശവാണിയിലുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരെ തെറ്റിച്ച് അത് അവരുടെ അജണ്ടയായിരുന്നു. അതോടുകൂടിയാണ് കേരള കോൺഗ്രസ് ഈ കാണുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽ നല്ല സ്വാധീനമുള്ള കോൺഗ്രസ്സൊക്കെ പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യം അത് പറ്റിച്ചു. രണ്ടാമത് വന്നത് 5ാം മന്ത്രിസ്ഥാനമാണ്. 5ാം മന്ത്രിസ്ഥാനം വന്ന സമയത്ത് സുമാനാഥ ശക്തമായി അത് അങ്ങനെ പ്രതികരിക്കാത്ത ഒരാളാണ്. പ്രതികരിച്ച സമയത്ത് വെള്ളാപ്പള്ളി അതിന് അനുകൂലമായിട്ട് നിന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയോട് ഇവർക്ക് പണ്ടേ ഒരു ദേഷ്യമുണ്ട്. ഈ മദനി ശിവഗിരി പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ പൊളിച്ചടക്കിയത് വെള്ളാപ്പള്ളിയാണ്. ഗുണ്ടായിസം കൊണ്ടല്ലേ നേരിടാൻ പറ്റുള്ളൂ. അല്ല നാരായണ ഗുരുവിന് മദനി നേരിടാൻ പറ്റൂ? ഗുണ്ടായിസം കൊണ്ടല്ലേ നേരിടാൻ പറ്റുള്ളൂ. ആ മൂപ്പരാണ് ചെയ്തത്. അന്നേ ദേഷ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഈഴവന്മാരായ നായർ വിരുദ്ധരായിട്ട് നിർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ കൂടെ നിർത്തി അപ്പുറത്തെ സൈഡ് ലൈൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഒരുമിച്ചോട് കൂടിയിട്ട് എന്തായി, എങ്ങനെ പിരിക്കാമെന്നായി. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ പിരിപ്പിച്ച ലീഗാണ്, സംവരണമാണ് പറഞ്ഞത്. അന്ന് സുമാദാസ പറഞ്ഞല്ലോ, സംവരണമാണ് പറഞ്ഞത്. അല്ല, അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നുണ്ട്. അത് വ്യക്തമായി തന്നെ അദ്ദേഹം നമ്മുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അന്ന് ലീഗ്
എല്ലാ വാഗ്ദാനങ്ങളും നൽകി. ഈ സാമുദായിക സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അവസാനം ഊഞ്ഞാലാക്കി. അതെ, കൂടെ കൊണ്ട് നടന്നു, എല്ലാ പ്രക്ഷോഭങ്ങളും നടത്തിച്ചു, അതിനുള്ള ചെലവ് ചെയ്യിപ്പിച്ചു, നിയമ നടപടികളുടെ ചെലവ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതുപോലെയായി അധികാരത്തിലേറിയതിനു ശേഷം ഒരു മൈൻഡുമില്ല. ഹിന്ദുക്കൾ പലവട്ടം ഇതാണ് ഹിന്ദുക്കളെ പൊതുവെ നേരിടുന്ന ഒരു അവസ്ഥ. ഇത് സെക്കുലർ സ്ഥാപനം മറ്റേ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം. ഒരു തവണ 2 തവണ ഒരാളെ ചതിക്കാം, 3 തവണക്കാകുമ്പോൾ ഏത് ഹിന്ദുവിനും ബോധം വരും. ഇത് അദ്ദേഹം പറയുകയും ചെയ്തു, ഈ NSS SNDP ഐക്യം എന്ന് പറയുന്നത് ശരിയാവില്ല എന്ന് ലീഗ് നേതാക്കളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. കാരണം അവർ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, നമ്മൾ സാമുദായിക സംവരണത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. അപ്പോൾ ഈ 2 കൂട്ടരും ഒരുമിച്ച് പോവില്ല, അവരുമായിട്ട് അടുത്ത് പോകരുത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ആണ് ഈ ഒരു വിഷയത്തിൽ വലിയ വിടവ് സൃഷ്ടിക്കുന്നത്. 3 സാഹചര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മലയാളി മെമ്മോറിയൽ നായന്മാരുടെ തോന്നുന്നു 70 മുസ്ലിങ്ങളും കൂടി മെമ്മോറിയൽ ഉണ്ടാക്കാൻ നോക്കി. അതിൽ 70 പറ്റിച്ചെന്നാണ് ഇപ്പോൾ തെക്കുള്ള മുസ്ലിംസ് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തത് പിന്നെ ഈ 5-ാം അന്തസ്സാണ്. ഈ 5-ാം അന്തസ് കാര്യത്തിൽ ഇവർ ഒരുമിച്ച് നിൽക്കുമെന്ന് ലീഗ് കരുതി, പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് ചാടിച്ചു കൊണ്ടുവന്നു. അവസാനം ആ കൂട്ടത്തിൽ അല്ല, രണ്ടാമത്തെ അതല്ല, മണ്ഡൽ അംബേദ്കർ അല്ല ശരിക്കും ഈ ഹിന്ദു ദളിത് ഐക്യത്തിന് വേണ്ടി പറഞ്ഞത്. ഈ മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഐക്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്ക്ലൂസീവ് ആണെന്നും അത് അവരുടെ ഇടയിൽ തന്നെ പിന്നെ സാധാരണ മുസ്ലിംസിൻ്റെ അവസ്ഥ എന്താണെന്നും ഇനി ഉള്ളത് തന്നെ അവരുടെ ഇടയിൽ മാത്രം ഉള്ളതാണെന്നും പറഞ്ഞ ആളാണ് അംബേദ്കർ. അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാമത്തിലേക്ക് മതം മാറിയല്ലോ. ഈ മണ്ഡൽ എന്ന് പറഞ്ഞൊരു ബംഗാളി ഉണ്ടായിരുന്നു, അയാൾ പാകിസ്ഥാനിലെ മിനിസ്റ്ററൊക്കെ ആയിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലൊക്കെ ഉണ്ടായിരുന്നു. അയാളാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ പിന്നെ ദളിതന്മാർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഭരിക്കാമെന്നൊക്കെ പറഞ്ഞു. ആ വിഷയത്തിൽ അങ്ങനെ പാകിസ്ഥാനിൽ പോയി ജിന്ന മരിച്ചപ്പോൾ അങ്ങേരെ അവരെടുത്ത് കളഞ്ഞ്. എന്നിട്ട് അവസാനം ഇവിടെ വന്നിട്ട് നിരാശ ബാധിച്ച് പണ്ടാറാണെങ്കിൽ മരിച്ചു പോയതാണ്. ഈ മണ്ഡൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മണ്ഡലിൻ്റെതും തെറ്റെന്തായി? മണ്ഡലിൻ്റെതും അടിച്ചു പിരിഞ്ഞു. ഈ മണ്ഡലിനാണ് അംബേദ്കർ എന്ന് വന്നിപ്പോൾ ശ്യാംകുമാറിനെ പോലുള്ള ആളുകൾ ഒളിച്ചു കളത്തുന്നത്. ഈഴവൻ ഹിന്ദു ആണെന്നൊക്കെ ചോദിച്ച് പ്രഭാഷണം നടത്തുന്നില്ലേ? പിന്നെ ഈഴവൻ ജമാഅത്ത് ഇസ്ലാമിയ, ഈഴവൻ ബന്ധക്കൊസ്ത എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ 5-ാം മന്ത്രി എഴുതുന്നത്. 5-ാം മന്ത്രിയിൽ അവർ വിചാരിച്ച പോലെ നടന്നില്ല, അവർ പക്ഷേ ചാടിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെ അവസാനം വലിച്ചു വന്നു. ഇതൊരു പാഠമാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ 2 നേതാക്കളുടെയും വാക്കുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇരുവരും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ എന്താണ്, പലവട്ടം പറ്റിക്കപ്പെടും, പക്ഷേ അതിനുശേഷം തിരിച്ചറിഞ്ഞാൽ പിന്നീടുള്ള നീക്കങ്ങൾ കരുതലോടെ ആയിരിക്കും, കരുത്തോടെ ആയിരിക്കും, അല്ലേ? എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു 6 മാസമായിട്ടെങ്കിലും ഇത് എയറിലുണ്ട്. അപ്പം പക്ഷേ ഇന്ന് കഴിക്കുന്നത് നേരിട്ട് പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയതല്ല, പക്ഷേ എയറിലുണ്ടായിരുന്നു. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഡ്രാസ്റ്റിക്കായി. അതെനിക്ക് കാരണം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേരിട്ട് പോലെ ഐക്യത്തെ ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്കിൽ പോലും അവരുടെ വാക്കുകൾ ഒരേപോലെ വരുന്നു. പണ്ടങ്ങനെ അല്ലായിരുന്നു. പണ്ട് ഇവന്മാരെങ്ങനെ അവരെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഈഴവർ പുട്ടല്ലേ കഴിക്കുന്നത്, ഞങ്ങളും പുട്ടല്ലേ കഴിക്കുന്നത്, അവർ മറ്റേ രാവിലെ ഇഡ്ഡലിയല്ലേ കഴിക്കുന്നത്, ബ്രാഹ്മിൺസും ഇഡ്ഡലി പോലുള്ളത് അപ്പല്ലേ കഴിക്കുന്നത്, അല്ല ക്രിസ്ത്യാനികളും. അപ്പോൾ അവരൊരു ഇങ്ങനെയൊക്കെ സത്യം നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പമാണ് ഇങ്ങനെയുള്ള സാധനം പറഞ്ഞാണ് തെറ്റിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആലപ്പുഴയുള്ള ഈഴവ നടത്തുന്ന പാൽ സൊസൈറ്റി പോയ നായർ ജഗന്നാഥൻ എന്നുള്ള ജഗൻ നായർ വിളിക്കുകയില്ല. നായരെന്ത് ചെയ്യും? പരമാവധി ഇവരോട് സംസാരിക്കുകയില്ല. ഇങ്ങനെയുള്ള അകലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം. ഇതിനിടയിൽ കൂടെ ഇവർ കാര്യം നടത്തും. എന്നിട്ട് ഞങ്ങളിത് ഈ മുട്ടനാടിനെ തമ്മിലടുപ്പിച്ചിട്ട് ചോര ഒടിച്ചിട്ട് മറ്റേ കൂക്കൻ്റെ ചിരിയിട്ട് ആ ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കും. അത് വേണ്ടാന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഇത് കരുതലോട് കൂടിയുള്ള നീക്കമാണ്. അല്ല, ഇതിൽ പെറ്റി ഈഗോസ് മൊത്തം മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ വേറൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അവർ കൃത്യമായി പേരെടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വി ഡി സതീശനെ ശക്തമായി വിമർശിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് വളരെ രൂക്ഷമായ വിമർശനമാണ്. വി ഡി സതീശൻ, എനിക്ക് വി ഡി സതീശൻ പേഴ്സണലി ഇഷ്ടമാണ്. ഇപ്പോഴെ രാഷ്ട്രീയക്കാരിൽ ആണെടുത്ത് നിന്ന് പറയാവുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ, പിണറായി വിജയൻ, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി രാജീവ് പിന്നെ വളരെ സോഫ്റ്റാണ്. ആണെടുത്തെന്ന് പറഞ്ഞാൽ ഇവർ 3 പേര്. പക്ഷേ ബി ഡിക്ക് ഒരു പ്രശ്നമുണ്ട്. ബി ഡി ഈ സാമുദായിക നേതാക്കന്മാരെ നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ വളരെ രൂക്ഷം തിണ്ണയിറക്കാൻ പോലും. പക്ഷേ മൂപ്പരവിടെ പോയിട്ടുണ്ടല്ലോ. ഈ അങ്ങനെ പോയിട്ടില്ല, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് പോവുകയും ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ അയാൾ ഒരു കള്ളനാന്നുള്ള ഫീൽ വരും. അങ്ങനെയുള്ള ആൾ ഒരു ഹിപ്പോക്കാരൻ NSS അത് പോയി സഹിക്കില്ല.
അതാണ് സുകുമാരൻ നായർ ചോദിച്ചത്. അതുകൊണ്ട് മൂപ്പര് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് അധികം ഈ ക്രിസ്ത്യൻ നേതാക്കന്മാർക്കെതിരെ മുസ്ലിം സമുദായ നേതാക്കൾ ഒന്നും പറയുന്നില്ല. പറയുന്ന മൊത്തം ഹിന്ദു സമുദായ നേതാക്കന്മാർക്കെതിരെ. അപ്പോൾ ഹിന്ദു സമുദായ നേതാക്കന്മാർ ചാഞ്ഞവർ ആർക്കും ഒന്നും പറയും. ഇതെന്താ സംഭവം? മൂപ്പര് വിചാരിക്കും ഞാനും ആ സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഇവരൊന്നും മിണ്ടില്ല എന്നായിരിക്കും. അങ്ങനെയല്ല. അവിടെ നരേന്ദ്രമോദിയുടെ ഒരു പോളിസിയാണ് പ്രധാനം. അതായത് നരേന്ദ്രമോദി കലാപൊക്കെ കഴിഞ്ഞ് സദ്ഭാവൻ പരിപാടി നടത്തി അവിടെ. അങ്ങനെയാണ് മൂപ്പര് ഒരു ദേശീയ തലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മുസ്ലിം നേതാവ് ഒരു സ്കൾക്കാപ്പ് കണ്ടിട്ടുണ്ടല്ലോ, കൊണ്ടുവച്ചെടുത്തു. അത് വേണ്ട, കയ്യിൽ മേടിച്ചു. അത് നിങ്ങളെ മതത്തിൻ്റെ ആചാരം, അത് എനിക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിലപാടം എടുത്താൽ പോരെ. നമ്മളെ മതത്തിൽ സ്ട്രോങ് ആയി നിൽക്കുക, അതിൻ്റെ ആളുകളെ അപമാനിക്കണ്ടല്ലോ. അതെ, അല്ലെങ്കിൽ പോകരുത്. പോയിട്ടുണ്ട്. പോകാത്തൊരു കാര്യം സുകുമാരൻ സാർ പറയില്ല, ഉറപ്പാണ്. അതെ, അവർക്ക് ആവശ്യമില്ല. അല്ല, അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, സാറ് പറഞ്ഞ പോലെ ഞാൻ നിരങ്ങിയിട്ടൊന്നുമില്ല, അവിടെ തിണ്ണയിലിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിപ്പോൾ വേറൊന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുകയും ചെയ്തു. തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ ആൾ പോയത് സിനഡിലാണ്, അവിടെ പോയി കാല് പിടിച്ചു എന്നാണ് പറയുന്നത്. കോഴിക്കോട് അതൊരു വേദിയിൽ പോയി എന്തോ പറഞ്ഞു കേട്ടു സമുദായ നേതാക്കന്മാർ. അതാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിൽ ഹിന്ദു സമുദായ നേതാക്കന്മാർക്കെതിരെ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല, ബാക്കിയുള്ളവർക്ക് തൊടാൻ പോലും പാടില്ല. അതെങ്ങനെ ഒരു 50% ഹിന്ദു ഉള്ള ഒരു സ്ഥലത്ത് ഹൈന്ദവ നേതാക്കന്മാരെ ചവിട്ടി മെതിക്കാന്ന് വെച്ചാൽ ഇത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇഴവന്മാരെ വെള്ളാപ്പള്ളിക്കെതിരെ തിരിച്ചു. അയാൾക്ക് തുഷാറിൻ്റെ കാര്യം മാത്രമേ നോക്കിയാൽ മതി. സുകുമാരൻ നായർ സാറിന് എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കുന്ന നായന്മാർ അദ്ദേഹത്തിനെതിരെ തിരിച്ചു വിടുക. ഇങ്ങനെ സമാധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നായന്മാരെ ഉപയോഗിച്ച് ഇഴവന്മാരെ ഉപയോഗിച്ചാണ് ചെയ്യുക. റിബൽ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. അപ്പോൾ ആരും സംശയിക്കില്ല. അതെ, അതുപോലെ തന്നെ ചെന്നിത്തലയുടെ വിഷയത്തിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സ്വന്തം മക്കളെ കാര്യം നോക്കണ്ട. അല്ലെ ഗാന്ധിനെ പോലെ സ്വന്തം മക്കൾക്ക് കിട്ടിയ സ്കോളർഷിപ്പ് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് ആ മോൻ പിന്നെ കള്ളും കുടിച്ച് ആളുകളെ പറ്റിക്കുന്ന ആളായിട്ട് അനാഥനായി മരിച്ച അവസ്ഥ മക്കൾക്ക് ഉണ്ടാക്കി വെക്കണോ? വേണോ? ഓക്കെ, സ്വന്തം കുടുംബത്തോടല്ലേ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. സമൂഹത്തിന് കുടുംബം നന്നായാലേ സമുദായം നന്നായുള്ളൂ. ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാജയം എന്തായിരുന്നു? ഒന്ന് വലിയ തീരുമാനം എടുത്തപ്പോൾ ഭാര്യയോട് ചോദിച്ചിട്ടില്ല. വൈഫിൻ്റെ അവകാശങ്ങൾ ചവിട്ടി വെച്ച ഒരാളാണ് ഗാന്ധി. 2, മക്കൾക്ക് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല. എനിക്ക് ഒരു താല്പര്യമില്ല അങ്ങനെ. നിങ്ങൾ വിമർശിക്കുന്നവർ നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ മക്കളെ, നിങ്ങൾ അന്യ വീട്ടിലെ മക്കളെ സ്വന്തം മക്കളെ പോലെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആദ്യം അത് കാണിക്കും. സ്വന്തം മക്കളെ അനാഥരാക്കണോ? തുഷാറിനെ തള്ളി പറയണോ? വാട്ട് ഡു യു മീൻ? അതുപോലെ തന്നെ അപ്പോൾ കൃത്യമായ ഒരു എന്ത് സൂചനയാണ്, എന്ത് രാഷ്ട്രീയ സൂചനയാണ് ഇതുവരെ നൽകുന്നത്? വി ഡി സതീശനെ തള്ളിപ്പറയുന്നു. അതിനൊപ്പം തന്നെ സുകുമാരൻ നായർ പറഞ്ഞത്, ആദ്യം പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതുകൊണ്ട് എനിക്കെന്ത് നേട്ടം, അല്ലെങ്കിൽ നമുക്കെന്ത് നേട്ടം എന്ന്. അതിനുശേഷം അതിൻ്റെ തൊട്ട് പിന്നാലെ പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ യോഗ്യതയുള്ള മറ്റാരുണ്ട് എന്ന് ചോദിച്ചു. ശരിയാണ്. കോൺഗ്രസിൻ്റെ ഹൈറാർക്കിയിൽ ഇപ്പം ടോപ്പ് മോസ്റ്റ് ഉമ്മൻചാണ്ടി സാറിന് ശേഷം ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും സീനിയർ നേതാവ് രമേശ് ചെന്നിത്തല. എനിക്ക് രമേശിന് വലിയ ആരുമൊന്നുമല്ല, പക്ഷേ രമേശാണ്. എനിക്ക് സതീശനാണ് കാര്യം ഇപ്പോൾ നേതാക്കന്മാർ. പക്ഷേ രമേശാണ്, സത്യമാണ്. രമേശ് പക്ഷേ ഇത് സതീശനെ പോലെ പണിയെടുത്താണ്. ഈ രമേശ് പല സ്ഥലത്തും എത്തിപ്പെട്ടത് NSSൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ഓക്കെ, അതില്ലാന്ന് രമേശിന് പറയാൻ പറ്റില്ല. കാരണം ലീഡർ പൊക്കിക്കൊണ്ടുവരുന്നത് ഒന്ന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട്, ഒന്ന് NSSൻ്റെ ആളായതുകൊണ്ടും കൂടിയാണ്. അല്ലെങ്കിൽ രമേശിനെക്കാളും ഭേദപ്പെട്ട ആളുകളില്ലായിട്ടൊന്നല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 5ാം മന്ത്രി ഇത് വരുന്നത്, ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2011 ഗവൺമെൻറ് വരുന്നത്. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ സീനിയർ മോസ്റ്റ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുനഃസംഘടന ഉണ്ടായി. 5ാം മന്ത്രി വന്നു. അന്നപ്പോൾ NSS കാര്യങ്ങൾ വന്നു. 5ാം മന്ത്രി വന്ന് പുനഃസംഘടന ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തില്ല. ആര് കൊടുത്തു? തിരുവഞ്ചൂരിന് കൊടുത്തു. തിരുവഞ്ചൂർ മോശക്കാരൊന്നല്ല, പക്ഷേ വരേണ്ടിയിരുന്ന് രമേശാണ്. സീനിയോറിറ്റിയൊക്കെ വെച്ചു. അപ്പോൾ രമേശിൻ്റെ അയോഗ്യത എന്തായിരുന്നു? രമേശ് NSS നായരായിപ്പോയി. നായരായതൊന്നുമല്ല, NSSുമായിട്ട് കൂടുതൽ ബന്ധമുള്ള നായരായിപ്പോയി. അപ്പം പിന്നെ ഇടപെടണ്ടേ? ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എനിക്കൊരു അയോഗ്യതായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇടപെടണ്ടേ? അതേ ഇതില്ല. അതായത് NSS ഭരിക്കുന്നതിനെക്കാളും നല്ല വെള്ളാപ്പള്ളി അല്ല ഈ പിണറായിയും ഒക്കെ ഭരിക്കുന്നതാണ് NSSന് നല്ലത്. കാരണം ഒരു നായരിക്കുമ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നായർ സ്നേഹം കൊണ്ടെന്ന് പറയും. മറ്റേതാവ് അറിയില്ലല്ലോ. അല്ല, ഇതിപ്പോൾ ഇത്തരത്തിൽ പോവുകയാണ്. അപ്പം ഈ കോൺഗ്രസ് വരില്ലെന്നാണോ ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കോൺഗ്രസ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനി കോൺഗ്രസ് ഇപ്പോൾ സ്ട്രോങ് ആയി നിൽക്കുകയാണല്ലോ എന്നുള്ള സംഭവത്തിന് സുകുമാരൻ നായർ പറഞ്ഞ മറുപടി വളരെ വളരെ ചിന്തനീയമാണ്. ഇങ്ങനെ പോവുകയാണ് എങ്കിൽ അവർ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത്
എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അല്ല, ഇങ്ങനെ പോകുന്ന അദ്ദേഹം ഒന്ന് സതീശന്റെ ഇതിലെ നിലപാട് സതീശനെ ഒന്ന്, പക്ഷെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് അത് മാത്രമായിരിക്കില്ല, അത് അദ്ദേഹം പറയും, അത് മാത്രമായിരിക്കും, മറ്റേ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ. ഈ പറയുന്നതിനെ മാതിരി ബാലനൊക്കെ പറയുന്നത് പോലെ ഒരു ഇസ്ലാമല്ല മുസ്ലിമും അല്ല, ഇസ്ലാമിസ്റ്റ് വൽക്കരണം ഓക്കെ ലീഗിൽ നടക്കുകയും ആ ലീഗ് UDF-നെ സ്വാധീനിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അങ്ങനെ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ 5 വർഷം കേരളത്തിൽ ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ട് മാറും. ആ ഒരു ഉൾഭയം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരാരും പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി കുറച്ചുകൂടി ഓപ്പണായി പറഞ്ഞു, ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ പറയുന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ പുറത്തിലൂടെ ഒരു കമ്മ്യൂണൽ സാധനം ഉണ്ടായിരുന്നു നിർബന്ധമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് ചോദിച്ചു പോയതാണ്. NSS ആയതിൻ്റെ പുറത്ത്, NSS ആയിട്ട് ബന്ധമുള്ളതിൻ്റെ പുറത്ത് ഒരാൾക്ക് അർഹിക്കുന്ന സാധനം നിഷേധിച്ചാൽ എന്താ ചെയ്യുക? അതെ, ഇപ്പം ലിയോയുടെ മോന് കൗമുദിയിലെ ജോലി അന്വേഷിച്ചു, ലിയോ അവനെല്ലാം യോഗ്യതയുണ്ട്, ലിയോ ഇവിടെ എഡിറ്ററാന്ന് വിചാരിച്ചിട്ട് ജോലി എടുത്താൽ ഇന്ന് അങ്ങനെ ഉണ്ടാവും? അതപ്പോൾ അല്ല, ഈ സാമുദായിക ഐക്യം എന്ന് ഇരുവരും പറയുന്നുണ്ട്, അത് ആവശ്യമാണ് എന്നും പറയുന്നുണ്ട്. അതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സ്ട്രോങ് മെസ്സേജ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ആണ്. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവ ഫീലിങ്ങുകൾ വെറുതെ കേരളത്തിൽ 10 വർഷമായിട്ട് ഹൈന്ദവരുടെ പൊതുവായ വിഷയങ്ങൾ പറഞ്ഞാൽ അത് വർഗീയമാവുകയും ന്യൂനപക്ഷങ്ങൾ അനാവശ്യമായിട്ട്, ഇപ്പോൾ പാലസ്തീനിൽ നടന്നൊരു വിഷയമോ അല്ലെങ്കിൽ യൂറോപ്പിൽ നടന്നൊരു വിഷയമോ ശ്രീലങ്കയിൽ നടന്ന ബോംബ് സ്ഫോടനമോ അതൊക്കെ ഇവിടെ കൈലി കമ്മ്യൂണലായി പറഞ്ഞാൽ കൂടി പറയാൻ പറ്റും, അതൊരു പ്രശ്നമല്ല. പക്ഷേ ഹിന്ദുക്കൾ അവരെ അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല, ഇന്ന മേലെ ഇത്തിരി കുറവാണ്, ഈ സമുദായത്തിൽ ആത്മഹത്യകൾ കൂടി വരുന്നുണ്ട്, കുട്ടികളുടെ ഡ്രഗ് യൂസ് ഇപ്പം കൂടി വരുന്നു, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൂടി വരുന്നു എന്നൊക്കെ പരിഹരിക്കാതെ ഹിന്ദു ഇൻഡിവിജ്വൽ പറഞ്ഞാൽ പ്രശ്നമല്ല, ഒരു സമുദായത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവതരിക്കുമ്പോൾ അത് വർഗീയമാവുന്നു. അതെങ്ങനെ? അത് ഇവർ തിരിച്ചറിയുന്നുണ്ട്. പദ്മ കഫേ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വർഗീയത. അപ്പോൾ അത് പിന്നെ ആലങ്കി കഫേ തുടങ്ങാം, സെൻറ് തോമസ് കഫേ തുടങ്ങാം, ഒരു പ്രശ്നമില്ല. പദ്മ കഫേ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വർഗീയത. എങ്ങനെ? വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ വർഗീയത, ബീഫ് കൊടുക്കുന്നതിന് വേണ്ടി സമരം ചെയ്യും. അതെങ്ങനെ? ഈ സമരം ചെയ്യുന്നത് നായരും ഈഴവനുമാണ്. അതാണ് പ്രശ്നം. ഇന്ന് ഒരു കാലത്ത് ആരും നോട്ട് ചെയ്യാതെ നിങ്ങൾ വിചാരിച്ചോ? എന്നെപ്പോലുള്ള ചില ആളുകൾ മാത്രം കണ്ട് പറയും, ഇവർക്കാർക്കും ഇത് അറിയില്ല നിങ്ങൾ വിചാരിച്ചോ? അവർക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് അവരത് പറയുന്നത്. അവരെ സാധനം ഞാനാണ് പറയുന്നത്, ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ പറയില്ല. എന്തുകൊണ്ടറിയോ? അത് കമ്മ്യൂണൽ പോളറൈസേഷൻ കാരണമാവും. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനത് പറയുമ്പോൾ അങ്ങനെ ഈ ഒരു കമ്മ്യൂണൽ ഇതിലേക്ക് അത് പോവില്ല, അതിലൊരു വാസ്തവം പറയാന്നുള്ള ഫീലേ ഉണ്ടാവുള്ളൂ. ഒരു സുമാൻ നായർ സാറാണ് പറയുന്നതെങ്കിൽ അത് നായരുടെ കാര്യം സവർണ അജണ്ട കൊണ്ടുവരുന്നു, വർഗീയത കൊണ്ടുവരുന്നു, മാത്രമല്ല എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കൊണ്ട്. ഞാൻ പറയുമ്പോൾ അത് കത്തില്ല, പക്ഷേ വാസ്തവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അല്ല, ഇതിപ്പോൾ ഒരു 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 ഇനിയിപ്പോൾ ഇവരുടെ ഐക്യം കൊണ്ട് എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഓക്കെ, ഇവർ ഫക്രുദ്ദീൻ പറഞ്ഞതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യം, നമ്മൾ ചരിത്രം തൊട്ട് ഇങ്ങോട്ട് നോക്കി വരികയാണ്, അത് വസ്തുനിഷ്ഠമായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ്, കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ ഐക്യത്തിന്. പക്ഷേ ഈ ഐക്യം ഇപ്പോൾ വെരി ക്ലിയർ. യു ഷുഡ് മൈൻഡ് ഹിന്ദു, ഹിന്ദുത്വമല്ല, യു ഷുഡ് മൈൻഡ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി. അത് പറയുന്നത് യു ഷുഡ് മൈൻഡ് ദ ഈഴവ കമ്മ്യൂണിറ്റി, യു ഷുഡ് മൈൻഡ് ദ നായർസ് എന്നല്ല, യു ഷുഡ് മൈൻഡ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി. ഹിന്ദു സെക്യുലറാണ്, ഹിന്ദു സെക്യുലർ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. അല്ല, വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, താൻ മുസ്ലിം വിരോധിയല്ല. ലീഗിൻ്റെ അദ്ദേഹം പണ്ട് SDP പോപ്പുലർ ഫണ്ടിൻ്റെ ആ പരിപാടിക്ക് ഗഫൂർ സാറിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം വിരോധിയാണ്, അങ്ങനെ ചെയ്യൂ. അദ്ദേഹത്തിൻ്റെ മോനെ അവിടെ ജയിലിൽ കൂടിയ സമയത്ത് അദ്ദേഹം യൂസഫ് അലി സാറാണ് സഹായിച്ചത്. അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമുള്ള കാര്യമല്ല പറയുന്നതൊന്നും. ഗൾഫിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുസ്ലിം വിരോധി ആയതുകൊണ്ടാണോ? അല്ല. പക്ഷേ ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കണം, മുസ്ലിം സംഘടനകൾ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കണം. അനർഹമായ കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, മുസ്ലിം അല്ല ക്രിസ്ത്യാനി ആരെയായാലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സംഘടനയുടെ നേതാവെന്നില്ല, ആ സംഘടനയുടെ അണ്ടറിൽ ഉള്ള പ്രവർത്തകരുടെ വികാരങ്ങൾ അദ്ദേഹത്തെ പങ്കുവെച്ചേ പറ്റുള്ളൂ. പിന്നെ അല്ല പിന്നെ നേതാവായിരിക്കണം. അപ്പോൾ നിങ്ങൾ മുസ്ലിം വിരോധി ആക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഹീ ക്യാൻ ഹെൽപ്പ് ഇറ്റ് ഔട്ട്. അദ്ദേഹത്തെ അങ്ങനെ മുസ്ലിം വിരോധി ആക്കുമ്പോൾ നിങ്ങളാണ് ഇസ്ലാമോഫോബിയ ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറയാണ് പണ്ട് ബ്രാഹ്മിൺസിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല, ബ്രാഹ്മണൻ ഗോവിന്ദൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ എന്നുള്ള പേരൊന്നും ഈ പറയുന്ന നായർക്ക് പോലും ഇടാൻ പാടില്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു 10-100 വർഷം നിങ്ങൾ നായസിൻ്റെ പേര് ചെല്ലപ്പൻ പിള്ള, കുട്ടൻപിള്ള എന്നൊക്കെ ആയിരിക്കും. ഇഴവൻ്റെ പേര് എന്തൊക്കെയായിരുന്നു? ഞങ്ങളുടെ നാട്ടിൽ ചാത്തു,
ചേക്കൂട്ടി ഇങ്ങനെയുള്ള പേര് അങ്ങനെയായിരുന്നു. അതേപോലെ ഇവിടെ മുസ്ലിംസിനെ തൊടാൻ പാടില്ല, ക്രിസ്ത്യാനികളെ തൊടാൻ പാടില്ല എന്നൊരു ഡിസ്കോഴ്സ് കൊണ്ടുവരികയാണ്. അത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇരു നേതാക്കളും പറഞ്ഞത് വാസ്തവമാണ്, കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയുമാണ്. അല്ല, അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, LDF UDF എന്നുള്ള അവർക്ക് പ്രശ്നമൊന്നുമല്ല. അത് രണ്ടും വന്നു കഴിഞ്ഞാലും കേരളത്തിൻ്റെ കടിഞ്ഞാൻ അവർ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചാൽ അവരെ കൈ കിടക്കും. NSS SNDP കൈ കിടക്കും. ഇപ്പോൾ NSSഉം SNDP ഒന്നും അല്ലാന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇൻഡിവിജ്വൽ നായന്മാരും ഇഴവന്മാരും അതിൽ വന്ന് വീഴുകയും ചെയ്യും. അതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ജൂദാസൊക്കെ ആവണം, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല അവർക്ക്. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ഈ പണ്ടൊക്കെ SNDP പറയുന്ന കണക്കാണോ എല്ലാ ഇഴവന്മാരും ചിന്തിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്? പറയുന്നതിനുള്ളിൽ വരെ ND സാധനം പുറത്ത് പറയുന്നതല്ലേ. SNDP സർക്കിളിൽ പോയിട്ട് പറയും നമ്മൾ ചോവന്മാർ എന്ന് പറയും. അപ്പോൾ നായർ സർക്കിളിൽ പോയിട്ട് നമ്മൾ നായന്മാരെന്നും പറയും. പുറത്ത് എന്ന് പറയും എന്ത് നായർ എന്ത് ചെയ്യുമെന്ന് പറയും. നമ്മളെത്ര കാണുന്നുണ്ട് ഈ പോക്കറ്റ്സിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ പണ്ട് പറഞ്ഞില്ല, അഭിപ്രായം ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്തു, അവർക്ക് ജോലി കൊടുത്തു. ഈ ആൾ ഭയങ്കര സെക്കുലേഴ്സൊക്കെ പറയുന്ന ആളാണ്. എന്നോട് പറയുമ്പോൾ അപ്പം സെക്കുലേഴ്സ് അല്ല, ജാതി പറയും. ഈ പറഞ്ഞ ആൾ ഇഴവനാണ്, തീയന്മാർ, നമ്മളൊക്കെ ദ്രവീഡിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ജാതി പറയുന്ന ആളാണ്. ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഇയാളിവിടെ വേറെ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ UP ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് വന്ന സമയത്താണ് 2011. അപ്പോൾ നമുക്ക് രണ്ട് ആളുകളെ കുറവല്ലേ ഉള്ളൂ. പിന്നേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ അല്ല, നിങ്ങൾക്ക് വേണമെങ്കിലൊന്നും മാറി ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈഴവനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ജാതി പറയുന്നോ എന്ന് എന്നോട് രണ്ട് ഷൗട്ട്. ഞാൻ ഫോൺ വെച്ച് ഉടനെ നമുക്ക് പിന്നെ അതിനുശേഷം ഇയാൾ എന്നോട് ജാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നപ്പോൾ ആളാവാൻ വേണ്ടിയിട്ട് അതാണ്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഈഴവർ എന്ന് കൊടിയുടെ നിറം നോക്കി വോട്ട് ചെയ്യുന്നത് നിർത്തുന്നു, എന്ന് മുതൽ അവർ ജാതി നോക്കി വോട്ട് ചെയ്യാൻ തുടങ്ങുന്നു, അന്ന് മാത്രമേ അവർ രക്ഷപ്പെടുള്ളൂ. അവരുടെ ഡിമാൻഡ് പറഞ്ഞില്ല. പക്ഷേ ഈഴവർ മാത്രമല്ല കേരളത്തിൽ ഈ കൊടി നോക്കി വോട്ട് ചെയ്യുന്നത്, ജാതി നോക്കാതെ. നായന്മാരും ജാതി നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? NSS പോലും ജാതി അടിസ്ഥാനത്തിലല്ല സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും ജാതി നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇവർ ചിഹ്നം നോക്കിയിട്ടും അവരുടെ പഴയ കുടുംബത്തിലെ ആളുകൾ ഏത് പാർട്ടിയാണ് ഫോളോ ചെയ്തത്. ഇതിനൊക്കെ രാധാകൃഷ്ണൻ ലിയോ വോട്ട് ചെയ്യുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാരമ്പര്യം അതിൽ പങ്കുണ്ടാവും. ആദ്യം ഇപ്പോഴൊക്കെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഒരു പാരമ്പര്യം ഇങ്ങനെയാണ് ആളുകൾ വോട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ചാൽ പക്ഷേ മറ്റു എല്ലാവരും അങ്ങനെയല്ല. അവരവരുടെ സമുദായം ഒരു മുസ്ലിമാണ് മത്സരിക്കുന്നതെങ്കിൽ അവന് വോട്ട് ചെയ്തേക്കാം. അങ്ങനെയാണല്ലോ അബ്ദുള്ള കുട്ടി കണ്ണൂർ പിടിച്ചെടുക്കുന്നത്. വേറെ ചിലർ ആലപ്പുഴ മനോജ് ആലപ്പുഴ പിടിച്ചെടുക്കും, സുധീരനെ തോൽപ്പിച്ചുകൊണ്ട്. അങ്ങനെയാണ്. അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കുകയും അവരെ തിരുത്താൻ വേണ്ടി ഹിന്ദു സംഘടനകൾ അവർ സെക്കുലറായി നിൽക്കുകയും അവർ തിരുത്തുന്നൊന്നുമില്ല. അവർ ഇങ്ങോട്ട് കൂടി കയറി അധിനിവേശം നടത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവിക ഹിന്ദുക്കളുമായി ചിന്തിച്ച് എന്ത് ചെയ്യും? ഇതിൽ ഇന്നത്തെ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഒന്ന്, LDF UDF എന്നുള്ള ഇവർക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഹിന്ദുവിനെ മൈൻഡ് ചെയ്യാതെ ഒരു ഗവൺമെൻറ് ഇനി കേരളത്തിൽ വരില്ല. അങ്ങനെ വരണമെങ്കിൽ എൻ ബ്ലോക്ക് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ച് വരണം. അത് സംഭവിക്കുകയില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഏതെങ്കിലും ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ല. അത് പറയുന്ന കാര്യമുണ്ട്, ആണുങ്ങൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പം അല്ല. അത് അദ്ദേഹം ബേസിക്കലി കോൺഗ്രസിനെ പറ്റിയാണ് പറയുന്നത്. CPM പറഞ്ഞ അദ്ദേഹം ആ രീതിയിലൊരു ബന്ധം CPM ആയിട്ടില്ല, കോൺഗ്രസ്. അത് ശരിയാണ്. സാറിനെ മറികടക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ ഇപ്പം ജീവിച്ചിരിപ്പില്ല. പക്ഷേ ലീഡർ ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് ഒരു പക്ഷേ സാറിൻ്റെ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ പോലും ഏതാണ്ട് അടുത്തിരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. അതില്ല. അതാണ് ഉദ്ദേശം. അതുകൊണ്ട് മൂന്ന്, ദിസ് പോയിന്റ് ഓഫ് ടൈമിൽ, ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഹിന്ദുത്വ ശക്തികളുമായിട്ട് ഒരു ബന്ധമില്ല, എന്നൊരു സംഘടനാപരമായിട്ടൊരു ബന്ധമില്ല. ഈ മൂന്ന് മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ദിസ് മെസ്സേജ് ഈസ് വെരി ക്ലിയർ അഗെയിൻസ്റ്റ് ഇസ്ലാമിസ്റ്റ്. പിന്നെ ഇവാഞ്ചലിസ്റ്റിനെതിരെയുള്ള പതുക്കെ വരുമായിരിക്കും. ഇപ്പം അല്ല. ദ മെസ്സേജ് ഈസ് വെരി ക്ലിയർ അഗെയിൻസ്റ്റ് ഇസ്ലാമിസ്റ്റ്. വ്യക്തമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരും പറഞ്ഞത് ഒരു കാര്യമാണ്. ഈഴവ നായർ ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യം അനിവാര്യമാണ്, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഒപ്പം ഏതെങ്കിലും ഒരു സംഘടനയോട് അവർക്ക് പ്രതിപത്തിയോ
ഏതെങ്കിലും നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരണമോ എന്നും ഇല്ല. പക്ഷേ ഈ സമുദായത്തെ തൊട്ട് കളിക്കാൻ നിന്നാൽ, അവകാശങ്ങൾ തട്ടി അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, ബോധപൂർവം ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് കണ്ടു നിൽക്കില്ല, സഹിക്കുകയില്ല. ഈ രണ്ട് നേതാക്കളും ഇനി കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇത് വ്യക്തമായ മെസ്സേജ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതുവരെ കണ്ട രാഷ്ട്രീയമല്ല ഇനി കേരളം കാണാൻ പോകുന്നത് എന്നുകൂടി ഇവർ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകൾ ഇനിയും മാറി മറിയാം എന്ന് ചുരുക്കം. കൂടുതൽ ആവേശഭരിതമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ രണ്ട് നേതാക്കൾക്കും ഒരു അഭിപ്രായം പറയുവാനായി ഉണ്ടായ സാഹചര്യം അത് കേരളത്തിലെ ഓരോ വ്യക്തിയും മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഓരോ രീതിയിലുള്ള ചർച്ചകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞ ചർച്ചയിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം കേരളത്തിൽ സാമുദായിക വേർതിരിവ് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോയി അത് കൈവിട്ടു പോകും എന്നായപ്പോഴാണ് ഈ രണ്ട് പ്രബല നേതാക്കൾക്കും ഇടപെടേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇരുവരും പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.